ഹലോ ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തോളുന്നു. ഇന്ന് രുചികരമായിട്ട് ഒരു പരിപ്പ് വട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ പരിപ്പാണ്. വടപ്പരിപ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വടപ്പരിപ്പാണെങ്കിൽ ഗ്യാസ് ട്രബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് 2 മണിക്കൂർ വരെ കുതിർത്തെടുത്ത വടപ്പരിപ്പാണ്. അതിന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ ചേർക്കേണ്ട ചേരുവകൾ: ഒരു 2 സവാള നുറുക്കിയത്, ഇഞ്ചി, കറിവേപ്പില. അത് ഇതിലോട്ട് ഈ മാവിലോട്ടിട്ട് മിക്സ് ചെയ്യണം. മൂന്നും ചേർത്ത് നന്നായിട്ട് ഇളക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടെ നമുക്കിനി മസാലയും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് മുളക് പൊടി, അത് ടേസ്റ്റിന് വേണ്ടി മാത്രം മതി. കൂടുതൽ വാരി ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് മതിയാവും. അതിനുശേഷം നമ്മുടെ പെരുംജീരകമാണ്. മസാല ആയിട്ട് ചേർക്കണമെന്നില്ല. പെരുംജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെ വടപ്പരിപ്പ് അരച്ച് വെച്ചതിൽ തന്നെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഇത് റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. വറുക്കാറാവുമ്പോൾ നമുക്കിതിനെ നല്ല ഒരു 2 കൈ കൊണ്ടൊന്ന് പരത്തി നമുക്ക് വടയുടെ അതേ ഷേപ്പാക്കി എണ്ണയിൽ വറുത്തെടുക്കാവുന്നതാണ്. അര കിലോ മാവ് ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഏകദേശം 20-22 വട വരെ നമുക്കിതിനകത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിക്കാവുന്നതാണ്. ആവശ്യത്തിന് ഞാനിവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ടേസ്റ്റി ആയിട്ട് വരുന്നെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്.
എണ്ണ ചൂടായോ നോക്കാൻ ഒരു കറിവേപ്പിലയുടെ ഇല അങ്ങോട്ട് ഇട്ട് നോക്കിയിട്ട് ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ച് പരത്തി ഷേപ്പ് വരുത്തി നമുക്ക് എണ്ണയിലേക്ക് ഏറ്റവും നല്ല സോഫ്റ്റായിട്ട് ചെയ്ത് ഏറ്റവും കനം കുറച്ച് തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ ടേസ്റ്റി ആയിട്ട് എളുപ്പം വെന്ത് വരികയുള്ളൂ. അതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏകദേശം മൂത്ത് വരാറാകുമ്പോൾ മറിച്ചിട്ടിടുക. രുചികരമായിട്ടുള്ള പരിപ്പ് വട റെഡിയായി വരികയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.